നമ്മുടെ പരിമിതികളെക്കുറിച്ച്, നമ്മുടെ പോരായ്മകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ടാവണം. അതായത് ജീവിതത്തിൽ ഏതൊരാൾക്കും ഏതൊരു ലക്ഷ്യം നേടാനും എന്തുണ്ടാവണം? ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ചില കഴിവുകളും താല്പര്യങ്ങളും ഉണ്ടായിരിക്കണം, അല്ലെ? എന്നാൽ ഏതൊരാൾക്കും ഏത് മേഖലയിൽ എത്ര വലിയ കഴിവുണ്ടായാലും ആ കഴിവുകളോടൊപ്പം തന്നെ ചില പോരായ്മകളും ചില പരിമിതികളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ പോരായ്മകൾ, ആ പരിമിതികൾ മനസ്സിലാക്കിയിട്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്, ലക്ഷ്യത്തിന് വേണ്ടി ഓടേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പോരായ്മകളും നമ്മുടെ പരിമിതികളും ഒക്കെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി വരും. ആ സമയത്ത് അതിനെ പ്രതിരോധിക്കുവാൻ, അതിനെ മറികടക്കുവാൻ നമുക്ക് ഇങ്ങനെയൊരു പോരായ്മ ഉണ്ട് എന്ന തിരിച്ചറിവാദ്യം ഉണ്ടാവുകയും അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻ ആദ്യമേ കണ്ടെത്തി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവനവന്റെ പരിമിതികളെക്കുറിച്ച്, അവനവന്റെ പോരായ്മകളെക്കുറിച്ച് ആദ്യം ബോധവാന്മാരാവുക. എന്നിട്ട് തന്റെ കഴിവുകളെ, തന്റെ പ്രത്യേകതകളെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും